ഹായ് ഹലോ. അപ്പോൾ WCCൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ ഇതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട്. ഇത് ഡ്രസ്സ് ഇടുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് തന്നെ ഞാൻ ഒരു വേറെ വീഡിയോ ഇട്ടിരുന്നല്ലേ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ. ഞാൻ ഫുള്ള് റെഡി ആകുന്നുണ്ട്. ഇതന്നെ ഡ്രസ്സ്, ഒരു ഗ്രീന് കളർ ഇന്നറും അതിലേക്ക് ഒരു പിങ്ക് ടോപ്പും പിന്നെ ഒരു ഗ്രീൻ ഷോളും ഞാൻ കായിൻ്റെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്ന സാധനമില്ലേ, അണ്ട, അത് താഴേക്ക് പോണ്. അപ്പോൾ ഞാൻ ഇടുന്നുള്ളത് അതാ. അപ്പോൾ രണ്ടിട്ടിട്ടായി. ഞാനിപ്പോൾ തല കെട്ടുന്നുള്ളത് എങ്ങനെ ഹെയർ സ്റ്റൈൽ ആക്കണത്. സാധാരണ പോലെ കെട്ടിയാൽ മതിയാ, ലംബാർ സ്റ്റൈൽ കെട്ടണ എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സൺസ്ക്രീൻ ഇടുന്നുണ്ട് മുഖത്തേക്ക്. ഇതാ പിന്നെ 2 ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്ന് ഞാൻ, ഡാസ്ലറും പിന്നെ സുഡിയോ എന്ന് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്കും. അതന്നെ ഇന്ന് കണ്ടായിട്ട് പോയി ഞാൻ. ഇതാ കണ്ടായിട്ടണ്ട. പിന്നെ 2 മിക്സ് ആക്കിയിട്ടിടുന്നുണ്ട്. ഫസ്റ്റ് ഡാസ്ലർ ഇട്ട് എൻ്റെ മറ്റേ സുഡിയോ എന്ന് വാങ്ങിയതിട്ട്. ഇതാ ഞാൻ ഇത്ര തന്നെ മേക്കപ്പ് ഇടുന്നത്. അതിൻ്റെ ഇത്ര തന്നെ മേക്കപ്പ് ഉള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഞാൻ മുടി ഇങ്ങനെ പിരിച്ചിട്ടിട്ടുള്ളത്, കെട്ടിക്കൊന്നുമില്ല. നമുക്ക് എങ്ങനെ കെട്ടണമെന്ന് അറിയാത്തതുകൊണ്ട്. പിന്നെ ഷോളിലിട്ട് ബാഗ്, ഒരു ബ്ലാക്ക് ബാഗാണ് ഇടുന്നത്. ഇതാണ് അവിടെ പുറത്തത്തെ വ്യൂ. ഞാൻ കുറച്ച് ഷോല കാണിക്കുന്നുണ്ട്. നമ്മൾ ലിഫ്റ്റിൽ കയറുന്ന ആസ്പിൻ കോട്ടയാടുക്ക് പോകാൻ വേണ്ടിയിട്ട് 9 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ടാണ്. അപ്പോൾ ഒരു അങ്ങ് 7:30 ആകുമ്പോൾ എന്നെ കീനിന് 7:30 8 മണിയാകുമ്പോൾ തന്നെ, കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കണ്ടേ. അപ്പോൾ ഹോട്ടലിലെല്ലാം പോയിട്ട് കഴിച്ചിട്ടെല്ലാകുമ്പോൾ 8:30 8:45 ആവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നേരെ പോകാമല്ലോ ആസ്പിൻ കോട്ടയാടുക്ക്. കുറച്ച് പോകാനുണ്ട് ആസ്പിൻ കോട്ടയാടുക്ക്. കോഴിക്കോടുള്ള ആർക്കും അറിയുന്നില്ല എന്ന് തോന്നുന്നു ആസ്പിൻ കോട്ടയാട്. എല്ലാ റിക്ഷക്കാരോട് കിട്ടി ഞാൻ അറിയാലോ അല്ലേ. എൻ്റെ മാപ്പെല്ലാം നോക്കിയിട്ട് എത്തിയതാടുക്ക്. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുള്ളത്. ഞങ്ങൾ പോകുന്ന അങ്ങോട്ടൊന്നും ഇല്ല ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെ ഹോട്ടലാ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ റിക്ഷ വിളിച്ചിട്ട് ഒരു അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ടായി. അപ്പോൾ അവിടേക്ക് പോകാനിട്ട് ഇതാ ഞാൻ കഴിക്കാൻ പോകാൻ പോകുന്നുണ്ട്. ഓരെല്ലാവരും ഉണ്ടായി, മഞ്ചേശ്വരത്തു നിന്ന് വന്ന യൂട്യൂബേഴ്സ് എന്നിട്ട് ഓരെല്ലാം ഉണ്ടായി. ഇതാ നമ്മൾ ടേബിളിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഓർഡർ ആക്കിയത് വെള്ളപ്പവും മുട്ട റോസ്റ്റും. ഓരെല്ലാം ഓർഡർ ആക്കിയത് വെള്ളപ്പവും മുട്ടക്കറിയും. ഇതാ അത് മുട്ടക്കറി, ഉമ്മാൻ്റെ മുട്ടക്കറിയും വന്ന്. ഇതാണ് എൻ്റെ മുട്ട റോസ്റ്റ്. ഞാൻ ഇത്ര തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ട റോസ്റ്റ് ഇതെന്ന് വെച്ചല്ല, അത്ര തന്നെ ഉണ്ടായി മുട്ട റോസ്റ്റ് വെള്ളപ്പത്തിനൊക്കെ കൂട്ടാൻ. നമുക്ക് ജലദോഷ അതിനുണ്ട്, എൻ്റെ സൗണ്ടെല്ലാം മാറീനെ. പിന്നെ ഞാനൊരു നല്ല ഒരു സ്ട്രോങ് ചായ ചെല്ലാൻ, അപ്പം അത് മാത്രം വരാനുണ്ട്. ബാക്കി എല്ലാവരും ഫുഡെല്ലാം വന്ന് അല്ല എന്നെ നല്ല പാങ്ങ. ഫസ്റ്റ് ഞാൻ പാങ്ങണ്ട വിചാരിച്ചിട്ടാ, തിന്നിട്ടാലോ തിന്ന. പിന്നെ നമുക്ക് എന്തോരം ഇഷ്ടപ്പെട്ട്. 50 ഉറുപ്പുള്ളത് മുട്ട റോസ്റ്റിന്, മുട്ടക്കറിക്ക് 40 രൂപ. ഈ പ്രൈസിന് നല്ല അടിപൊളി സാധനം. ഇത് കറി ആയെങ്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി ആയെങ്കും ഒരു മുട്ട കൊണ്ട് നല്ല ഒരാൾക്ക് കഴിക്കാൻ പറ്റിയതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ 2 വെള്ളപ്പാണ് എല്ലാവരും ഓർഡർ ആക്കിയത്, 2 ആക്കിയിട്ട്. എന്നിട്ട് ബയ്യ 1 ഓർഡർ ആക്കി എക്സ്ട്രാ. നല്ല പൈക്കുന്നുണ്ടായി. അപ്പോൾ നമ്മളെ ചായ എല്ലാം വന്നിനതാ ഞാൻ കുടിക്കുന്നുണ്ട്. നല്ല ഉണ്ട് ചായ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ. പക്ഷെ എനിക്ക് ഈ ഹോട്ടലിൻ്റെ പേര് മറന്ന് അല്ല. ഞാൻ ചെല്ലട്ടെ, കോഴിക്കോട് വരുന്നവരെങ്കിൽ കാലത്ത് തിന്നണമെങ്കിൽ നല്ലൊരു അടിപൊളി ഹോട്ടൽ തന്നെ ഇത്. അപ്പം എല്ലാവർക്കും തിന്നിട്ടെല്ലാമായി. അപ്പം എല്ലാവർക്കും കൈയെല്ലാം കൗതുണ്ട്. പിന്നെ റിക്ഷ എല്ലാം വിളിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളത് ആസ്പിൻ കോട്ടയാടുക്ക്. ഫസ്റ്റ് ഒരു റിക്ഷ വിളിച്ചിട്ടാണ്, അയാൾക്കറിയാലല്ല. പിന്നെ രണ്ടാമത്തെ വിളിച്ചിട്ട് മാപ്പെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ആസ്പിൻ കോട്ടയാടുക്ക് എത്തി. ഇത് ആസ്പിൻ കോട്ടയാട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫോട്ടോ ഉള്ളത്, കുറേ ഫോട്ടോ എല്ലാം എടുത്തിനാണ്, അതിനെല്ലാം എന്നിലേക്ക് ആഡ് ആക്കിയത്. അപ്പോൾ ഇതാ ഇപ്പുറത്തന്നെ യാസ്മിൻ കോട്ടയാടിൻ്റെ ഇപ്പുറത്തന്നെ ചെഫ് പിള്ളൈ റെസ്റ്റോറൻറ്റിലിട്ട് ഞങ്ങൾ ഗൂഗിളെല്ലാം അടിച്ച് നോക്കി ഞാൻ. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥലമെല്ലാം നോക്കല്ലേ ഗൂഗിളിലെല്ലാം അടിച്ചിട്ട്, അങ്ങനെ നോക്കി ഞാൻ. അപ്പം എന്നെ കാണാൻ എന്തോ ഒരു ചേലുണ്ടായി അടുത്ത സ്ഥലമല്ലോ. കാണുമ്പോൾ അതിന് ആർട്ടിഫിഷ്യൽ. ഇതാണ് ചെഫ് പിള്ളൈ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ കാലത്ത് തന്നെ വന്നുകൊണ്ട് തുറന്നിട്ടൊന്നും ഉണ്ടായിട്ടാൻ. അത് തുറക്കുന്ന തന്നെ ഒരു വൈകിട്ടെല്ലാം ആകുമ്പോൾ, വൈകിട്ട് ഒരു ഉച്ച ആ സമയമാണ് തുറക്കുന്നത്.
അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാ. പ്രോഗ്രാമെല്ലാം തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫോണിൽ ചാർജ് തീർന്ന് ഫുള്ള് സ്വിച്ച് ഓഫ് ആയി ഞാൻ. ഇതാ ഇത് നമ്മളെ അവാർഡിൻ്റെ VWCC ഇൻഫ്ലുവൻസർ അവാർഡ്. എന്താ ഇത് നമ്മൾ അഡ്മിൻസ് ഗ്രൂപ്പിലത്തെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത്ര കുറച്ചാളെല്ലാം വന്നിട്ടുണ്ടായി, ഉള്ളിൽ തന്നെ ഉണ്ടായി. ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്ന് അപ്പോൾ കുറച്ചല്ലേ ഉള്ളക്ക് ഇപ്പോൾ എനിക്ക് എൻട്രി ഉണ്ട്. വയ്യാകുമ്പോൾ എല്ലാവരും പുറത്ത് പോകണം. ഇത് എൻട്രി പാസ് കാണിച്ചാൽ മാത്രമോ കയറ്റും എത്രയെന്ന്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലെല്ലാം നോക്കുന്നുണ്ട്. ഫുള്ള് ടേബിളും എല്ലാം വെച്ച് സെറ്റാക്കിന്. ഇത് സ്പോൺസർ ആക്കുന്നത് ITTSും പിന്നെ ഡാഡ് മീഡിയ ആണ് ഈ പ്രോഗ്രാം. പിന്നെ ബാക്കിയുള്ളത് സ്നാസോ, വേൾഡ് പാസ്പോർട്ട്, അങ്ങനത്തെ കുറേ ആൾ ഇന്ന് ബാക്കിലുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ബാക്കിൽ സ്നാക്സ് ജ്യൂസ് എല്ലാം ഇല്ലേ, അതെല്ലാം ആക്കുന്നത് സ്നാസോ. നല്ല ഉണ്ടായി സ്നാക്സും ജ്യൂസെല്ലാം. ഫസ്റ്റ് വരുമ്പോണ്ടായി ജ്യൂസല്ലോ. ഇതാ ഞങ്ങൾ അവിടെ സീറ്റിലിരുന്നിട്ട് എല്ലാവരും ഒരാൾ വരാൻ തുടങ്ങി. ഓരോടെല്ലാം മുണ്ടുന്നുണ്ട്. ഞാനാണ് വീഡിയോ എടുക്കുന്നുണ്ട്, ഉമ്മ ഓരോടെ മുണ്ടുന്നുണ്ട്. ഓർക്ക് നമ്മളെ പേരൊന്നും അറിയാല, യൂട്യൂബ് ചാനൽ അറിഞ്ഞിട്ടാണ് അറിയുന്നത്. നീ ചാന വേൾഡല്ലേ അങ്ങനെയല്ല ഞാൻ അറിയുന്നത്. ഇതാ ഓരോരാൾ വരുന്നുണ്ട്. ഇവിടെ വന്നവരെല്ലാം യൂട്യൂബേഴ്സ് തന്നെ. പിന്നെ ഗിവ് വേയിൽ കിട്ടിയവരും വരുന്നുണ്ട്. ഇതാ ഇൻഫ്ലുവൻസർ അവാർഡ് 2K25. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ 2K26 ആയിട്ടുണ്ടാവും. കുറച്ച് ഡിലേ വീഡിയോ ഇടുമ്പോൾ. ഇതാ അങ്ങനെ ഫുള്ള് സെറ്റായിട്ടുണ്ട് സ്റ്റേജല്ലോ. ഞാൻ ഈ സ്റ്റേജിലാണ് അവാർഡ് മേങ്ങുന്നത്. എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇതല്ലോ. ഞാനിങ്ങനെ സ്റ്റേജിലൊന്ന് പോയിട്ട് അവാർഡൊന്ന് മേങ്ങിട്ടാ. ഞാൻ യൂട്യൂബിൻ്റെ അവാർഡൊന്ന് മേങ്ങിട്ടാ ഫസ്റ്റ് മേങ്ങുന്നത്. നമുക്ക് മുമ്പൊരു മീറ്റപ്പ് ഉണ്ടായി, പക്ഷെ അതിന് അങ്ങ് പോയിട്ടാണ് മലപ്പുറത്ത് ദൂരമായതുകൊണ്ട് പിന്നെ കോഴിക്കോട് വന്നുകൊണ്ട് പോയി. ഇതാണ് ഞാൻ ചെല്ലുക. വെൽക്കം ഡ്രിങ്ക്സും ഇതാ കുറേ സ്നാക്സും ചായവും എല്ലാം ഉണ്ടായി. ഞാൻ ഒരു ജ്യൂസെല്ലാം ജ്യൂസും കുടിച്ച് പിന്നെ 2 സ്നാക്സും തിന്ന്. ചായ വേണ്ടാലിച്ച് ചായ വരുമ്പോൾ കുടിച്ചിനല്ലേ, അതിനുകൊണ്ട് ഞാനില്ലേ ചായ ഒന്ന് കുടിച്ചിട്ടാ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന്. എന്താ എല്ലാവരും കുറേ ആഡും ഡാഡ് മീഡിയാൻ്റെ ആഡും ഇതാണ് ഡാഡ് മീഡിയാൻ്റെ ലോഗോ. കുറേ ഉണ്ടായി സ്പോൺസറാക്കിയോറ. എജുമെൻറ്റോറ, വേൾഡ് പാസ്പോർട്ട്, സ്നാസോ, ITTS, ഡാഡ് മീഡിയ, അങ്ങനെ കുറേ ഉണ്ടായി. ഈ ബന്നോറെല്ലാം യൂട്യൂബേഴ്സ് തന്നെ. ഓരോക്കെ ബന്ന ഫാമിലി ഉണ്ട്. ഒരാൾക്ക് തന്നെ കയ്യോത്ര എൻട്രി. ഓർക്ക് 200 കൊടുക്കണം എൻട്രി ആവാൻ. എൻ്റെ ഉമ്മ വന്നത്, എൻ്റെ ഉമ്മ ഉണ്ടല്ലോ എൻ്റെ തന്നെ. അപ്പോൾ എൻ്റെ ഉമ്മാവും ഞാനും പോയത്. അപ്പോൾ ഇതാ ഫുള്ള് റെഡിയാകുന്നുണ്ട് സ്റ്റേജെല്ലാം. ആങ്കറാക്കുന്ന ഓർഡറെല്ലാം റെഡിയാകുന്നുണ്ട്. അതെല്ലാവരും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് എല്ലാത്തിനും. ഇവിടെ ഉള്ളവർ എല്ലാവരും യൂട്യൂബർ തന്നെയല്ലേ, അപ്പോൾ ഓർ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഓർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സീറ്റ് നമ്പറെല്ലാം ഉണ്ട്. നമുക്ക് എൻട്രി പാസ് കിട്ടുമ്പോൾ ഇപ്പോൾ സീറ്റിൽ നമ്മൾ ഇരിക്കണോ, അതിൽ വന്നവർക്ക് ബാക്കിലിരിക്കാൻ. അപ്പോൾ ഞാൻ സീറ്റ് നമ്പറിൽ ഇരുന്ന്, ഉമ്മ ബാക്കിലിരുന്നത്. ബയ്യ ഉമ്മേൻ്റെ അടുത്ത് വന്നിരുന്ന്. ഇതാ ആങ്കറാക്കുന്ന പെണ്ണ് ചെന്നുണ്ടല്ലോ WCCനെ കുറിച്ചിട്ടല്ലോ. നമുക്കത് കോപ്പി റൈറ്റ് വരുന്നാലിട്ട് ഞങ്ങൾ അതിനൊന്നും ഇട്ടിട്ടാ. ഞാൻ വോയിസ് റെക്കോർഡ് ഇടുന്നിട്ട് ഞാൻ സൗണ്ടെല്ലാം കുറച്ചിനത്. കുറേ ഇൻഫ്ലുവൻസർ യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ടായി. മുത്തുമണീസ് അറിയില്ലേ, സാലിഹ ഷാജഹാൻ എന്നിട്ട് ഓരെല്ലാം ഉണ്ടായി. ഓരൊക്കെ എല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം എടുത്തിന്. പക്ഷേ ഈ ഫോണിലല്ല, ഒരു വേറെ ഫോണിലാണ് എടുത്തത്. ഈ ഫോണിൽ സ്വിച്ച് ഓഫ് ആയി ഞാൻ. അപ്പോൾ ഇതാണ് IQ മാൻ ഓഫ് കേരള. ഇയാൾക്ക് 4 സെക്കൻഡിൽ 100 നമ്പർ ഇങ്ങനെ ചെല്ലിയെങ്കിൽ അത് കാണാതെ ചെല്ലും. ഇത് ഫുള്ള് റിഫ്രഷ് ആക്കുന്നുണ്ട്. അയാൾക്കറിയാലോ നമ്പർ, എന്നാലും അയാൾ 4 സെക്കൻഡിൻ്റെ ഉള്ളിൽ പഠിച്ച് ചെല്ലുന്നതാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ആയിപ്പോയി ചെല്ലിട്ടാകുമ്പോൾ. ഫസ്റ്റ് 100ൻ്റെ ചെല്ലിട്ടാകുമ്പോൾ അയാൾ തെറ്റി. എൻ്റെ അയാൾ 50 നമ്പറിൻ്റെ ചൊല്ലി, 1 സെക്കൻഡിൽ 50ൻ്റെ. അത് അയാൾ ഫുള്ളും ചൊല്ലി. ഇതാ എല്ലാവരും ക്ലാപ്പെല്ലാം അടിച്ചിട്ട്. പിന്നെ ഉള്ളത് 19 വയസ്സിൽ പൈലറ്റായത്
കുട്ടികളുടെ പേര് എനിക്ക് നേരെ ഓർമ്മയില്ല. ഓറെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ അതാ ഓൾക്ക് മൊമെൻ്റ് കൊടുക്കുന്ന അങ്ങനത്തെ കുറച്ച് ഇതെല്ലാം ഉണ്ടായി. ഓളെ ജേണിയെല്ലാം ഓൾ ചെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ക്യാമറമാനിൽ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം എന്ത് ചാർജ് തീർന്നിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ചാർജ് തീർന്ന്. അപ്പം എനിക്കൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഓൾ ചെന്നല്ലേ ഞങ്ങൾ കേട്ടോണ്ട് എന്നെ ഇതാ കാലും കൈയില്ലാത്ത ഇല്ലേ ഒരാൾ. ഈ ചെക്കൻ്റെ പേര് അറിയില്ല. ഇതിൽ വന്ന പകുതി ആളെ പേര് നമുക്കറിയാലോ. കാണുമ്പോൾ എന്നെ ബേജാറായി. ഓനക്ക് മൊമെൻ്റ് കൊടുക്കുന്നതും ഓനെ കുറിച്ച് ചെന്നതും ഓന് നീന്തുന്നല്ലേ കാലും കൈയും ഇല്ലാങ്കും ഓന് നീന്തിയിട്ട് കുറേ അവാർഡെല്ലാം കിട്ടീനെ. അപ്പം അതിലാണ് ഓൻ വന്നത്. അവാർഡും എല്ലാം കിട്ടി നമുക്ക് മൊമെൻ്റെല്ലാം. പിന്നെ ഇതാ കുറേ ആൾ വന്നിനാനി. നമുക്ക് പകുതി ആളെ പേര് അറിയാലോ ശരിയല്ലേ. എന്താ ഫുള്ള് വന്നിനാനി. ഇത് ഇയാളെ പേര് ലിജീഷ് കുമാർ എന്ന്, സ്ക്രിപ്റ്റർ, മലയാളം ഫിലിമിൽ എല്ലാം ഉള്ള ആൾ. എന്താ അങ്ങനെ കുറേ ആൾ വന്നിട്ടുണ്ടായി. എല്ലാവരും ഇതാ കുറേ ഇപ്പോൾ അവാർഡ് കൊടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി അങ്ങനെ ആയിട്ട് കൊടുക്കുന്നത്. 50K ഉള്ളത്, 70K ഉള്ളത്, പിന്നെ 10K മുകളിലുള്ളത് അങ്ങനെയല്ലോ. നമ്മൾ 10K മുകളിലുള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇതാ പിണറായി വിജയൻ്റെ മെരിയോനെല്ലാം വന്നിനാനി. അപ്പോൾ ഇതാ അങ്കും കിട്ടി അവാർഡ്. എന്നെ വിളിച്ച് ജാന വേൾഡിലിട്ട്. അപ്പോൾ ഇതാ ഞാനും അവാർഡ് വാങ്ങാൻ പോയി. ഉമ്മ വന്നിട്ടാണ് ഞാൻ മാത്രം പോയത്. എനിക്ക് പേടിയുണ്ട്, എക്സൈറ്റഡ് ഉണ്ട്. എൻ്റെ അവിടെ നടക്കണോ ചൊല്ലി. അപ്പോൾ ഇതാ ഞാൻ നടന്നിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റാക്കുന്നുള്ളത്. ഇത് ഫോട്ടോ ഒക്കെ പോസ്റ്റാക്കിയിട്ടായി. എൻ്റെ തങ്ങ അവാർഡെല്ലാം വാങ്ങിയിട്ട് തങ്ങ എന്താ വയ്യോട്ട് പോവാങ്കിന്നുള്ളത്. അങ്ങ് ബിയ്യം വന്നിന്. നമുക്ക് പൊരിക്ക് എത്തണമല്ലോ രാത്രി ആവാൻ തന്നെ. ഞങ്ങൾ ബിയ്യം പോയി. ഞങ്ങൾക്ക് കാലത്തെ മദ്രസുണ്ട്. പിന്നെ രാത്രി ആവാനും കയറാലും ഞങ്ങൾ ബിയ്യം പോയി. 7 മണിയോളെല്ലാം ഉണ്ടായി പരിപാടി. അപ്പോൾ ഞങ്ങൾ ട്രെയിനും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ആക്കുന്നുള്ളത്. ട്രെയിനെല്ലാം കിട്ടി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.